ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ രാവിലെ ഒരു 6:30 ആയപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തിരിയും മുട്ടക്കറി ഉണ്ടാക്കാനാണ്. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളെ കാണിക്കാനാണ് പ്ലാൻ ചെയ്യണേ. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈദ് മുബാറക് ആദ്യമേ പറയാണ്. എല്ലാവരുടെയും ഈദ് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇടുമ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈദൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈദ് മുബാറക്, ഈദ് മുബാറക്. പള്ളി പോണ്ടേ? ഇവിടെ ഞാൻ ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പത്തിരി ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പത്തിരി ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതേ മുട്ടക്കറിക്കുള്ള സവോളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മുട്ടക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം പത്തിരിയിലോട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ അതേ മുട്ട പുഴുങ്ങിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ മുട്ടക്കറിയൊക്കെ റെഡിയായി. മുട്ട പുഴുങ്ങിയത് അതിലിട്ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ, മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് പത്തിരി ഞാൻ പൊടിയൊക്കെ കുഴച്ച് അവിടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചൂടൊക്കെ ആറി കഴിഞ്ഞപ്പോൾ ഞാൻ അതേ പത്തിരി പ്രസ്സിലാണ് പരത്തുന്നത്. ഞാനിങ്ങനെ കവറൊക്കെ വെച്ചിട്ടാണ് പരത്താട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പരന്നും കിട്ടും. പിന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. പിന്നെ കടയിലെ പത്തിരി പോലെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. ഇത് ഹോം മെയ്ഡ് പത്തിരിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അങ്ങനത്തെ ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവർക്ക് പള്ളിക്ക് പോകാനായിട്ട് സമയമായി. അവർ അവിടുന്ന് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. അപ്പോൾ ഇവനെ ഞാനൊന്ന് കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി വിടാൻ കേട്ടോ. പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ അടിപൊളിയായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചത്. എന്തേ കയ്യിലൊക്കെ ലോഷനൊക്കെ പരട്ടി തലയിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ പരട്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വിടാൻ കേട്ടോ. അപ്പോൾ ആള് നേരത്തെ എൻ്റെ ഒരു ചടവാണ് മുഖത്തുള്ളത്. പുതിയ വാച്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാനായിട്ട് പോയപ്പോൾ. അപ്പോൾ അതൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ഡ്രസ്സ് ഇഷ്ടമായോ ഔട്ട്ഫിറ്റ് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ വാപ്പിയും മോനും പിന്നെ വാപ്പാപ്പയും കൂടിയിട്ടാണ് പള്ളിയിൽ പോകുന്നത്. അപ്പോൾ അവരൊക്കെ റെഡി ആയിട്ടുണ്ട്, പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അവർ പോകണമെന്ന് കേട്ടപ്പോഴേക്കും ഒരാൾ ചാടി കയറിയിട്ടുണ്ട്. അവനെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം അവനെയും കൊണ്ട് പോകാമെന്ന് വിചാരിക്കണു. അതേ അവർ റെഡിയായി ഇറങ്ങാണ് കേട്ടോ. ഞാനിവിടെ എല്ലാം മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുട്ടക്കറി ഉണ്ടാക്കി, പത്തിരി എല്ലാം ചുട്ടെടുത്തു. പിന്നെ ഇതേ പാല് നിർബന്ധമാണ് പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഇവനെ കുളിപ്പിച്ചതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിക്കാൻ പോവാണ് കേട്ടോ. പുതിയ ഡ്രസ്സിടാ ശുന്തി പമ്പറൊക്കെ ഇട്ട് പമ്പർ മുടിക്ക് പച്ചൂനി വലിയ ചെക്കനായി. കുഞ്ഞിനെ കുളിപ്പിച്ച് സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട്. അവിടെ ഡ്രസ്സൊക്കെ മാറ്റിയാണ് ഉറക്കാൻ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വേഗം കുളിച്ച് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തത്. പുതിയ ഡ്രസ്സാണ് കേട്ടോ. വേറെ ഇടാനായിട്ട് മേടിച്ചിട്ടുണ്ട്. അത് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. ഇത് എനിക്ക് കഴിഞ്ഞ പെരുന്നാളിന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സാണ്. അതിപ്പോഴാണ് ഈ പെരുന്നാളിനാണ് ഇടണേ കേട്ടോ. പുതിയ ഡ്രസ്സ് തന്നെയാണ്. ഇപ്പോഴാണ് ഈ പെരുന്നാളിനാണ് അത് ഇടണേ കേട്ടോ. ഞാൻ കുളിച്ചിട്ട് ഇത് ഇടാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഷോപ്പിങ്ങിനൊക്കെ പോയപ്പോൾ വേറെ മേടിച്ചിരുന്നു. അത് വീട്ടിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് വൈകുന്നേരം ഇറങ്ങും. അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയുള്ള പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. അതൊരു വലിയൊരു പണി തന്നെയാണ്. അപ്പോൾ അത് തുടങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ. അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും അനിയന്മാർ ഇവിടെ എത്തിയിട്ടുണ്ടായിട്ട് അവർ ഡ്രസ്സ് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക്. അപ്പോൾ തലേദിവസം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി കാരണം രാത്രി അവർക്ക് വരാനായിട്ട് പറ്റില്ല. അപ്പോൾ പള്ളി വിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിക്കാനിരിക്കേണ്ട ഒരുമിച്ച്. അപ്പോൾ അവരും ഇരുത്തി ഫുഡൊക്കെ കഴിക്കാനായിട്ട്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഉച്ചത്തേക്കുള്ള ഫുഡ് പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഒരു ആറുമാതിപ്പാണ് അടുക്കളയിൽ. ദം ബിരിയാണി വെക്കാനാണ് പ്ലാൻ ഇട്ടേക്കണേ. ചിക്കൻ ദം ബിരിയാണി, പിന്നെ ബീഫ് ഫ്രൈ, ഇത്രയാണ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ ഇതേ പൈനാപ്പിളൊക്കെ കൊണ്ട് തട്ടിയിട്ടുണ്ട്. പൈനാപ്പിൾ സ്ലൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പൈനാപ്പിളൊക്കെ മേടിച്ചിരിക്കുന്നത്. പിന്നെ ബിരിയാണിയിലും കുറച്ചിടും. അപ്പോൾ ഞാൻ ഇവിടെ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി സഹകരിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണേ കേട്ടോ. അതെ, ഇവിടെ ഒരാളും കൂടി ഉണ്ട്. അവനും ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനും കൂടിയിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ പെട്ടെന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അതേ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ അരിഞ്ഞ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതേ ചിക്കൻ ഇവിടെ എല്ലാ മസാലകളൊക്കെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ടായിരുന്നു ബിരിയാണിക്കുള്ളത്. അപ്പോൾ അതിലോട്ട് അരിയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേ ബിരിയാണി ദമ്മിടാനായിട്ട് പോവാണ്. നമ്മൾ പകുതി വേവിച്ച ഇറച്ചിയും അതേപോലെ തന്നെ അരിയും ഒരുമിച്ചിട്ടിട്ട് നമ്മളിതേ ദമ്മിടാണ്. ഇതിൽ ഫുൾ റെസിപ്പി ഷോർട്സ് ആയിട്ട് ഇട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ദമ്മ് പൊട്ടിച്ചു കൂട്ടാം. അല്ല, അടിപൊളി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഷോർട്സ് കാണാനായിട്ട് മറക്കണ്ട, നല്ല അടിപൊളി ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണണം കേട്ടോ. അവർ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എല്ലാം കൊണ്ട് ടേബിളിൽ നിരത്തി സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആളുടെ കമ്പനിയിലത്തെ വർക്കേഴ്സിന് നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പെരുന്നാളൊക്കെ ആയിട്ട് അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മൾ പെരുന്നാളായിട്ട് ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾ പ്ലേറ്റൊക്കെ നിരത്തുന്നുണ്ട്. ഞാൻ നിരത്തിയപ്പോൾ പറഞ്ഞു ഞാൻ ചെയ്യാം ഉമ്മയെന്ന് പറഞ്ഞിട്ട് എൻ്റെ നിന്ന് മേടിച്ച് ചെയ്യാൻ കേട്ടോ. ആൾക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗ്ലാസ്സൊക്കെ നിരത്തുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എല്ലാവരും എത്തി. ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ പെരുന്നാളിന്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ അത്യാവശ്യം നല്ല കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം. നാണം വരുന്നുണ്ടോടാ? ഓ ഗൈസ്, യൂട്യൂബിൽ ഞാൻ വൈറലാവുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം റെസ്റ്റ് എടുത്തു. ഇപ്പോൾ സമയം 6:30 കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും പിന്നെ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പോവാണെങ്കിൽ അവിടുത്തെ വിശേഷങ്ങളും കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അനിയനെ പിക്ക് ചെയ്തിട്ട് നേരെ ഉമ്മയുടെ വീട്ടിലോട്ടൊന്ന് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അങ്ങനെ വഴിയിൽ ഒരു കടയിൽ ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി നല്ല സാധനങ്ങളൊക്കെ നോക്കിയിട്ട് മേടിക്കാൻ കേട്ടോ. അപ്പോൾ ചാലക്കുടിയിലാണ് വീട് വരുന്നത്. അപ്പോൾ അവിടെ അതിനുള്ളൊരു ഷോപ്പിലാണ് കയറിയത്. അതിൻ്റെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അവിടെ നിന്ന് ഇറങ്ങി. കാരണം നാളെ നമ്മൾ വീണ്ടും അങ്ങോട്ട് ചെല്ലും. നാളെ ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയത് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയൊന്നുമില്ല, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിടന്നുറങ്ങാൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പെരുന്നാൾ ദിവസത്തെ ഒരു വിശേഷം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.